ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ ജിമ്മിലേക്ക് ബാക്ക് ടു ജിമ്മാണ്. സോ അന്നത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം കുറച്ച് കാലം നമ്മൾ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 month എനിക്കൊരു ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവര് പറയുന്നു 1 month ആയി എന്നാണ്. അതേപോലെ തന്നെ ഇവര് കവളൊക്കെ ചാടി ഞാൻ തടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതെ ഗൈസ്, നിങ്ങൾക്ക് ഡിഫറൻസ് അറിയണോ? ഡിഫറൻസ് തോന്നാറുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ പറയാ. അപ്പം നമ്മൾ ഇന്ന് ജിം ബ്ലോഗാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കാലമായിട്ട് ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ ഷുഗർ കട്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ് ഉണ്ടായിരുന്നില്ല, ഷുഗർ കട്ട് ഉണ്ടായിരുന്നു. നമ്മൾ തോന്നിയ ഫുഡ് കഴിക്കുമായിരുന്നു. ഡെയിലി ഈവനിങ് 2 വെൽവെറ്റ് കേക്കും ഒരാളുകൾ കഴിക്കും. അപ്പം വെൽവെറ്റും എല്ലാം കഴിച്ചായിരുന്നു. ഗുലാബ് ജാമുനും ബിരിയാണിയും എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും കഴിച്ച് തൃപ്തി അടങ്ങി. അങ്ങനെ ഇനി നമ്മൾ തിരിച്ച് ബാക്ക് ടു ഡയറ്റിലേക്ക് പോവാണ്. സോ നമുക്ക് കാണാം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഡയറ്റ്. നമ്മൾ പുതിയ ഡയറ്റും പുതിയ വർക്കൗട്ട് റൂട്ടീനും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ജിമ്മിൽ വെച്ച് കാണാം. സോ ഗായ്സ്, അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമ്മൾ വാമപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സോ നമ്മൾ നല്ല രീതിക്ക് ഹാൻഡ് മൂവ്മെൻറ്റ്സും ലെഗ് മൂവ്മെൻറ്റ്സൊക്കെ നല്ല രീതിക്ക് വാമപ്പ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ, ട്രൈസെപ്സും ബൈസെപ്സും ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പ് നമ്മൾ നല്ല രീതിക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാം, നല്ല രീതിക്ക് നമ്മൾ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ട്രൈസെപ്സിൻ്റെ എക്സസൈസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വലിയ ബാറിൽ വെയിറ്റ് ഒന്നും ഇല്ലാതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ വെയിറ്റ് വെച്ചിട്ട് ദെൻ നമ്മൾ ഇൻക്രീസ് ചെയ്തു. 10 kg ഓൺ ഈച്ച് സൈഡ് വെച്ചിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ നമ്മളെങ്ങനെയാണ് നമ്മുടെ റെപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ്സ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ 2 സെറ്റ് വാമപ്പ് സെറ്റും ബാക്കി 2 സെറ്റ് വർക്കിംഗ് സെറ്റും ആയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ അത് ചിലവർക്ക് എഫക്റ്റീവ് ആവും, ചിലവർക്ക് എഫക്റ്റീവ് ആവില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. സോ അടുത്ത് നമ്മൾ കയറുന്നത് നമ്മൾ ബൈസെപ്സിലേക്കാണ്. അപ്പം ഫസ്റ്റ് ഒരു ട്രൈസെപ്സ്, അത് കഴിഞ്ഞിട്ട് ഒരു ബൈസെപ്സ് കേള്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഷോൾഡറിലേക്കായിരിക്കും. സോ ഇതേ സെയിം വർക്കിംഗ് സെറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർക്കിംഗ് സെറ്റും 2 വാമപ്പ് സെറ്റും 2 വർക്കിംഗ് സെറ്റും, അങ്ങനെ 12 to 15 റെപ്സ് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈസെപ്സിലേക്ക് ഓവർ ഹെഡ് എക്സ്റ്റൻഷനിലേക്ക് കയറി. അപ്പം നമ്മുടെ ട്രൈസെപ്സ് ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വർക്കൗട്ടിലേക്ക് കയറി എന്ന് പറഞ്ഞിട്ട് ലാറ്ററൽ റേസ് ഇൻ മെഷീൻ. അപ്പം 2 പേരും 2 വാമപ്പ് സെറ്റും 2 വർക്കിംഗ് സെറ്റും വെച്ച് 12 to 15 റെപ്സിൽ 2 പേരും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതിപ്പം ലാറ്ററൽ റേസ് ഇൻ മെഷീൻ നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്തത്. ഇനി അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈസെപ്സിനാണ്. അപ്പം അങ്ങനെ ഷോൾഡറിൻ്റെ വർക്കൗട്ടും കൂടി കഴിഞ്ഞ് നമ്മൾ ഹാമർ കേളും കൂടി ചെയ്ത് ബൈസെപ്സിന് വേണ്ടി ഹാമർ കേളും കൂടി ചെയ്ത് നിർത്തി. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് ഇറങ്ങുക. രാവിലെ ജിമ്മിൽ പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോയി. സോ കുറേ കാലത്തിന് ശേഷം നമ്മൾ ജിമ്മിൽ പോയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തു. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ഉച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി റെസ്റ്റ് കൊടുത്തു. അപ്പം ഒരു 3 ആഴ്ചയായി നമ്മൾ ജിമ്മിൽ പോയിട്ട്. അപ്പം അന്നത്തെ ഷൂട്ടിന് ശേഷം പിന്നെ കുറച്ച് കാലം പോയിട്ടില്ല. പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള എല്ലാ ഷുഗർ ഡയറ്റ്സ് ഫുഡും കഴിച്ചു. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഡയറ്റൊക്കെ കട്ട് ചെയ്തായിരുന്നു, സ്വാഭാവികം. സോ അങ്ങനെ നമ്മൾ ഡയറ്റ് കട്ട് ചെയ്തു. പിന്നെ തിരിച്ചും നമ്മുടെ ആ ഒരു ബോഡി റീഗെയിൻ ചെയ്യേണ്ടി, ആ ഒരു ബോഡി അല്ല, അതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള സെറ്റ് ബോഡി നമ്മൾ റീഗെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഇനിയിപ്പം ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ആമി ഒരു ദിവസം ആമിയുടെ ഏതോ ഒരു സ്ഥലത്തുള്ള ഒരു മുട്ടക്കറീനെ കുറിച്ച് പറഞ്ഞു. മുട്ടക്കറിയില്ല, മുട്ടത്തോരൻ. അത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതിന്റെ റെസിപ്പി അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു ഗൈസ്. സോ നമ്മുടെ ഈ മുട്ടത്തോരന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി വേണം, തക്കാളി വേണം, അത് കഴിഞ്ഞിട്ട് കുറച്ച്
മുളകും വേണം, 2 മുളകും വേണം. ഓക്കെ, സോ ഉള്ളിയൊക്കെ അരിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ നമ്മൾ പാനൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചോദിച്ചാല് കുറച്ച് ബട്ടർ ഇടും. ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. സോ എടാ ഫുഡിന്റെ സാധനം എടുത്തില്ല. സോ നമ്മൾ ബട്ടർ ഇട്ടു. ഇനി ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ഉള്ളി ഒന്ന് വഴറ്റണം. നമ്മൾ ഉള്ളി വഴറ്റിട്ടു, ചെറുതായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ഇടുന്നു. തക്കാളീൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും കൂടി ഇടണം. ഉള്ളി, തക്കാളി, പച്ചമുളക്, അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതൊന്ന് സെറ്റായി വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇടാൻ പോകുന്നത് ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇട്ടോ ബ്രോ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ പോവാണ്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏതൊക്കെ ഇടാണോ അറിയോ? ഇപ്പൊ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇവിടുത്തെ ഷെഫ് ശരിക്കും ഞാനാ. ഇവനെ ഇടയ്ക്ക് വന്നിട്ട് ഉണ്ടാക്കുന്ന ഈ ബ്രോ തിന്ന ഒവ്വൊരു ചിക്കനും പറയും എന്റെ പേര്. എന്താ കോഴി മുല്ലായിരുന്നു അത്? അല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. നീ പറഞ്ഞതിന്റെ അർത്ഥം വേറെ കേട്ടോ. നിന്നെയാണ് ഞാൻ വെട്ടി ചിക്കനാക്കിയെന്ന് പറയും. അപ്പൊ നമ്മള് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലി പൗഡർ, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ദെൻ ബ്ലാക്ക് പെപ്പർ. ഇത്രയും പൊടികളാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. സോ നമ്മൾ ഇനി കുറച്ച് ഉപ്പ് ഇടാൻ പോവാണ്. ഉപ്പ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഈ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ഇടും. ഇതാക്കി കഴിഞ്ഞ് പ്ലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാ പൊടികളും ഇട്ട് നമ്മുടെ കറി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മറ്റേ ഇതാണല്ലോ യൂസ് ചെയ്തത്, ഗീയല്ലോ, ബട്ടറാണല്ലോ യൂസ് ചെയ്തത്. സോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കാണും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഓ, മുരളിയുടെ മുട്ട പൊട്ടിക്കുന്ന വിധം കണ്ടു. ഒരു മുട്ട കൊണ്ട് മറ്റേ മുട്ട പൊട്ടിക്കുന്നു. അവനോട് പൊരുളെടുത്ത് അവനെ പോടുന്നു. അതെന്താ വർത്താനം? വടച്ചെന്നൈയിൽ ഒരു ട്രൈ ഇത് ഡയലോഗ് ആക്കോ. അതിൽ എന്തെങ്കിലും ഒരു വലിയ കുണ്ടൻ ഉണ്ടാവും. ഓക്കെ, കുണ്ടൻ വെച്ചാൽ റൗഡി. ഓക്കെ, വേറെയാ റൗഡി ഉണ്ടാവും. ഓക്കെ, അവനൊരു ടൂർണമെന്റ് പുറത്തിറങ്ങും. അപ്പൊ വന്നിട്ട് അവനുണ്ട് ലൈക്ക് ആൾക്കെല്ലാം പറയും ലൈക്ക് എന്തെങ്കിലും ടൂൾസ് എടുത്തോ, ടൂൾസ് എന്ന് വെച്ചാൽ വെപ്പൺസാ. പക്ഷെ അപ്പൊ പുള്ളി പറയും അവനോട് പൊരുളെടുത്ത് അവനെ പോടണം. അവനോട് വെപ്പൺ എടുത്ത് ലൈക്ക് ഇവനെ കൊല്ലവരാളുടെ വെപ്പൺ എടുത്ത് അങ്ങനെ പറയും മാസയിലൊക്കെ. പക്ഷെ അവന് കൊല്ലും. ഏത് സിനിമ? വടച്ചെന്നൈ. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ആഫ്റ്റർ റിസൾട്ട്, ചിക്കൻ. അപ്പൊ നമുക്ക് പ്രോട്ടീൻ സോഴ്സ് ഉണ്ട്, കാർബ് സോഴ്സ് ഉണ്ട്, പ്രോട്ടീൻ സോഴ്സ് ഉണ്ട്, ചിക്കൻ. അപ്പൊ നമ്മളിതെല്ലാം കഴിക്കാൻ പോവാണ്. കഴിച്ചു കഴിഞ്ഞു. ആമയുടെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ അടിപൊളിയായിരുന്നു. റെസിപ്പിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റി. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ അപ്പം ശരി, അടുത്ത വ്ളോഗ് വരെ ടാറ്റ, സീ യു.